ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് നാരായണീയത്തിലെ 80-ാം ദശകം സ്യമന്തക എന്ന രത്നം സത്രാജിത്തിന് കിട്ടിയ കഥയും അത് ഉണ്ടാക്കുന്ന എന്താ പറയുക ഭവിഷ്യത്തുകൾ എന്നൊക്കെ പറയില്ലേ, ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ സത്രാജിത്ത് എന്ന് പറയുന്നത് ഒരു യാദവ ശ്രേഷ്ഠനായിരുന്നു. സൂര്യഭഗവാനെ അതികഠിനമായ തപസ് ചെയ്ത് സൂര്യഭഗവാൻ പ്രസാദിച്ചിട്ട് സത്രാജിത്തിന് സൂര്യഭഗവാൻ സമ്മാനമായിട്ട് സെമന്തകമണി എന്നും പറയാം, അത് കൊടുത്തു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദിവസേന 8 ഭാരം സ്വർണം അത് തരും. ഇപ്പോൾ നമുക്ക് 8 ഭാരം എന്ന് പറയുമ്പോൾ അറിയാൻ വേണ്ടി വേണമെങ്കിൽ പറയാം, 8 ഗ്രാം എന്ന് പറയുമ്പോൾ 1 പവൻ, അങ്ങനെയും വിചാരിക്കാം. അപ്പോൾ അത് ദിവസേന സമ്പത്ത് കിട്ടുകയല്ലേ. അപ്പോൾ അതുള്ള സ്ഥലത്ത് ദാരിദ്ര്യവും അസുഖവും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം ആണ് പറഞ്ഞത്. അപ്പോൾ ശ്രീകൃഷ്ണന് സെമന്തകമണി ശ്രീകൃഷ്ണൻ പോയി ചോദിച്ചു, സത്രാജിത്തിനോട് യാചിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് യാചിച്ചു എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ, സത്രാജിത്തിൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയെ ഭഗവാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ സത്യഭാമ ഭഗവാനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ നേരത്തെ യാചിക്കാൻ തോന്നിയത്. അപ്പം സത്രാജിത്ത് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഭഗവാൻ അത് കൊടുത്തില്ല, സെമന്തകമണി രത്നം കൊടുത്തില്ല. എന്നിട്ട് തൻ്റെ സ്വന്തം അനുജനായ പ്രസേനന് അത് കൊടുത്തു. അങ്ങനെ പ്രസേനൻ എന്ത് ചെയ്തു, ആ ഒരു രത്നവും കഴുത്തിൽ അണിഞ്ഞും കൊണ്ട് നായാട്ടിനായിട്ട് കാട്ടിലെത്തി. അപ്പോൾ കാട്ടിൽ ഇതും ധരിച്ചിങ്ങനെ നായാട്ട് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു രക്തം പുരണ്ട മാംസമാണ് വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഒരു സിംഹം പ്രസേനനെ കൊന്നു. അങ്ങനെ സിംഹം ഈ രത്നവും കടിച്ചു പിടിച്ചുകൊണ്ട് ജാമ്പവാൻ താമസിക്കുന്ന ഒരു ഗുഹയിലെത്തി. അപ്പോൾ ആ ജാമ്പവാൻ ഈ സിംഹത്തെ കണ്ടിട്ട് ജാമ്പവാൻ ഈ സിംഹത്തെ വധിക്കുകയും സെമന്തകത്തെ തൻ്റെ കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സത്രാജിത്ത് അപ്പോൾ എന്ത് വിചാരിച്ചു എന്ന് പറയുമ്പോൾ പ്രസേനൻ വധിക്കപ്പെട്ടു, അത് കൃഷ്ണൻ മൂലമായിരിക്കും. കൃഷ്ണൻ ആദ്യം തന്നെ സത്രാജിത്തിനോട് സെമന്തക രത്നം ചോദിച്ചല്ലോ. അപ്പോൾ അതിന് ആ ഒരു ആവശ്യപ്പെട്ടതും കൂടെ നോക്കുമ്പോൾ അനുജൻ്റെ മരണവുമായിട്ട് സത്രാജിത്ത് ശ്രീകൃഷ്ണനെയാണ് സംശയിച്ചത്. അങ്ങനെ ഇത് നാടാകെ ഈ ഒരു കാര്യം പരന്നു. കാരണം ഭഗവാൻ കൃഷ്ണൻ സത്രാജിത്തിൻ്റെ അനിയനെ ഈ സെമന്തകരത്നത്തിന് വേണ്ടി കൊന്നു എന്നൊക്കെ ഉള്ള ആ ഒരു കഥയൊക്കെ പരന്നു. അങ്ങനെ ഭഗവാൻ അപ്പോൾ ഈ സത്യം തെളിയിക്കാനായിട്ട്, ലോകബോധ്യത്തിനായിട്ട് എന്നാണ് പറയുന്നത്, ഭഗവാൻ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ CBI അന്വേഷണം എന്നൊക്കെ പറയില്ലേ, ശരിയായിട്ടുള്ള റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടി, അതുപോലെ. അപ്പോൾ ഭഗവാൻ ആ രത്നവും തേടി അലഞ്ഞ സമയത്ത് കാട്ടിൽ ഒരു സിംഹത്തിൻ്റെ അടിയേറ്റ് മരിച്ചു കിടക്കുന്ന പ്രസേനനെയാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോയപ്പോൾ അതൊരു ഗുഹയിലേക്ക് എത്തി. അത് ജാമ്പവാൻ്റെ ഗുഹയായിരുന്നു. അപ്പോൾ ജാമ്പവാൻ എന്ന് പറയുന്ന ഭക്ത ചൂടാമണിയാണ്, അതീവ ഭക്തനാണ്, എന്നാൽ അതിവൃദ്ധനുമാണ്. ജാമ്പവാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകം ഉണ്ടായ കാലത്ത് ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് പിറന്ന ജാമ്പവാൻ ഭഗവാന്റെ 9 അവതാരങ്ങൾ നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നും, രാമാവതാരത്തിൽ ജാമ്പവാൻ രാവണ യുദ്ധത്തിൽ പങ്കെടുത്ത് ഭഗവാനെ ശ്രീരാമചന്ദ്രനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ജാമ്പവാൻ്റെ ഗുഹയിലാണ് ഇപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണൻ വന്ന് എത്തിയത്. അപ്പോൾ ഇവിടെ ജാമ്പവാൻ ജാമ്പവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഭഗവാനുമായിട്ട് മുഷ്ടിപ്രഹരണം തുടങ്ങി. മുഷ്ടിപ്രഹരം എന്ന് വെച്ചാൽ ഇടി, നമ്മളിപ്പോൾ റെസ്ലിംഗ് എന്നോ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ
അപ്പോൾ അതുപോലെ മുഷ്ടിപ്രഹരത്താൽ ഭഗവാനെ ആക്രമിച്ചു. അങ്ങനെ 28 ദിവസം നീണ്ടു നിന്നു എന്നാണ് പറയുന്ന ആ ഒരു യുദ്ധം. മുഷ്ടിപ്രഹരം കൊണ്ട് ഇടിച്ചിടിച്ച് പിന്നെ ഭഗവാനെ ഇടിച്ചു പൂജിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പൂജിച്ച ഒരേ ഒരാൾ ജാമ്പവാനായിരിക്കും. പക്ഷെ അങ്ങനെ ഡെയിലി പിന്നെ ഭഗവാനുമായിട്ട് യുദ്ധം, പിന്നെ അതിനുശേഷം റെസ്റ്റ് എടുക്കുകയും വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പിന്നെ യുദ്ധം പാടില്ലല്ലോ. അങ്ങനെ അതൊക്കെ ആ യുദ്ധ നിയമങ്ങളൊക്കെ അനുസരിച്ചത് തന്നെയാണ് കേട്ടോ. ഭഗവാൻ ജാമ്പവാനും വളരെ നീതിമാനായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ക്ഷീണം തോന്നി. എന്താ പറയുക, ഈ മുഷ്ടിപ്രഹരമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണം തോന്നിയ ജാമ്പവാൻ ഇങ്ങനെ ഭഗവാനെ നോക്കിയപ്പോൾ തൻ്റെ ഇഷ്ടപ്പെട്ട സ്വാമിയായ ശ്രീരാമചന്ദ്രനെയാണ് അവിടെ കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഈ വന്നിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട സ്വാമിയായ ശ്രീരാമചന്ദ്രൻ്റെ അവതാരം തന്നെയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആനന്ദത്തോടു കൂടി ഭഗവാന് സെമന്തകരത്നവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു തൻ്റെ പുത്രിയെയും കൂടെ സമ്മാനിച്ചു. അങ്ങനെ ജാമ്പവാൻ്റെ പുത്രിയായ ജാമ്പവതി ഭഗവാന്റെ സ്വന്തമായി. ഭഗവാൻ ജാമ്പവതിയെ സ്വീകരിച്ച് ദ്വാരകയിലേക്ക് എത്തി. അപ്പോൾ അവിടെ ദ്വാരകയിൽ എത്തിയ ഉടനെ കൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, തനിക്ക് ജാമ്പവതിയോടൊപ്പം സെമന്തകരത്നവും കൂടെ കിട്ടിയല്ലോ. ആ സെമന്തകരത്നം സത്രാജിത്തിന് കൊടുത്തു. അപ്പോൾ കാരണം സത്രാജിത്തിന് ഒരു പരാതി ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഭഗവാനാണോ ഈ സെമന്തകരത്നത്തിന് വേണ്ടി പിന്നെ ഇതൊക്കെ ചെയ്തത് എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അപവാദം പറഞ്ഞ് പരത്തിയതിന് പിന്നെ അത് മാറ്റാൻ വേണ്ടി സത്രാജിത്തിന് തന്നെ കൊടുത്തു, സെമന്തകരത്നം കൊണ്ട് കൊടുത്തു. അപ്പോൾ പക്ഷേ സത്രാജിത്തിന് ഇങ്ങനെ ഒരു ഇല്ലാത്ത അപവാദം കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞ് പരത്തിയതിലൊരു പശ്ചാത്താപം തോന്നി. അങ്ങനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, പശ്ചാത്താപം മാറ്റാൻ വേണ്ടി ഭഗവാന് തൻ്റെ സ്വന്തം പുത്രിയായ സത്യഭാമയെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ സത്യഭാമയാണെങ്കിൽ ഭഗവാനിൽ അനുരക്തയായിരുന്നു. ഭഗവാനെ നേടാൻ വേണ്ടി ഇങ്ങനെ തപസ് ചെയ്തിരിക്കുന്ന പോലെയായിരുന്നു ഇരുന്നത്. അങ്ങനെ സത്യഭാമയും ഭഗവാനുമായിട്ടുള്ള ആ ഒരു പിന്നെന്താ പറയുക, സത്യഭാമയെ നൽകാമെന്ന് ഏറ്റു. അങ്ങനെ രണ്ടും കൊടുത്തു, സത്യഭാമയെയും കൊടുത്തു, സെമന്തകമണിയെയും തിരിച്ചു തന്നെ കൊടുത്തു സത്രാജിത്ത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് സെമന്തകരത്നം വേണ്ടാന്ന് കൊണ്ട് സത്യഭാമയെ മാത്രം സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. പുതിയൊരാൾ വരുന്നുണ്ട്, അതായത് ശതധന്വാവ്. ശതധന്വാവ് എപ്പോഴും ഇങ്ങനെയുള്ള കഥകളിൽ ഒരു വില്ലൻ ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് ശതധന്വാവിൻ്റെ ആ ഒരു പ്രവേശം. ശതധന്വാവ് സത്യഭാമയെ പരിഗ്രഹിക്കണം അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് കൃഷ്ണൻ വന്ന് സത്യഭാമയെ തട്ടിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ശതധന്വാവിന് ഭയങ്കര പരിഭവമായിരുന്നു. അപ്പോൾ ആ ഒരു പരിഭവം പിന്നെ ശതധന്വാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പിന്നെ ബലരാമനും ശ്രീകൃഷ്ണനും ഇല്ലാത്ത സമയത്ത് അക്രൂരനെയും കൃതവർമാവിനെയും ഒക്കെ പറഞ്ഞ് ഇളക്കി. കാരണം നമുക്ക് കൃഷ്ണനായിട്ട് യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇളക്കി. പക്ഷേ അപ്പോൾ ശതധന്വാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഉറങ്ങിക്കിടന്ന സത്രാജിത്തിനെ പിന്നെ വധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സെമന്തകരത്നം കൈക്കലാക്കി. അപ്പോൾ ഈ സത്രാജിത്തിൻ്റെ മരണം സത്യഭാമയെ ഒരുപാട് ദുഃഖിതയാക്കി. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ദേവി പോയി കൃഷ്ണനെയും ബലരാമനെയും ഒക്കെ കണ്ട് ദുഃഖം അറിയിച്ചു. സ്വന്തം പിതാവിൻ്റെ മരണത്തിൽ ദുഃഖിച്ചു. അങ്ങനെ പിന്നെ ഇത് അറിഞ്ഞു. പിന്നെ ബലരാമനും ശ്രീകൃഷ്ണനും ശതധന്വാവിനെ എതിരായിട്ട് പിന്നെ യുദ്ധത്തിനായിട്ട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ശതധന്വാവിന് ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്, അതാണ് അക്രൂരനും കൃതകർമാവും ഒക്കെ. അവരുടെ സഹായത്തിന് അഭ്യർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നമുക്ക് കൃഷ്ണനെയും ബലരാമനെയും നേരിടണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ
അക്രൂരൻ ഭയങ്കര ഭക്തനാണ് കൃഷ്ണഭക്തനാണ്. അപ്പോൾ അക്രൂരൻ അതുപോലെ കൃതകർമാവും പറഞ്ഞ് ഞങ്ങൾ ഈശ്വരന്മാരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറി. അങ്ങനെ ശതധന്വാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്വന്തം പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി അതിവേഗമുള്ള ഒരു കുതിരയിൽ കയറി ദ്വാരക വിടുകയാണ്. പലായനം ചെയ്തു എന്ന് പറയാം, അവിടെ നിന്ന് ഓടിപ്പോയി. ആ സമയത്ത് പക്ഷെ ഒരു കാര്യം ചെയ്തു, ഈ സെമന്തകരത്നം അക്രൂരനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ശ്രീകൃഷ്ണൻ ശതധന്വാവിനെ വേറൊരു രഥത്തിൽ പിന്തുടർന്നു. അങ്ങനെ മിഥില രാജ്യത്തെ ഒരു ഉപവനത്തിൽ വെച്ചിട്ട് ശതധന്വാവിനെ പിടികൂടി വധിച്ചു. അപ്പോൾ അയാളുടെ ശരീരത്തിൽ സെമന്തകരത്നം കണ്ടില്ല. അപ്പോൾ ഉടനെ കൃഷ്ണൻ ബലരാമനെയും സത്യഭാമയെയും ഈ വിവരം അറിയിച്ചു. ശതധന്വാവിനെ ഞാൻ വധിച്ചെങ്കിലും ഈ സെമന്തകരത്നം കിട്ടിയില്ല എന്ന് അറിയിച്ചു. അപ്പോൾ പക്ഷേ സത്യഭാമയ്ക്ക് സന്തോഷമായിരുന്നു. കാരണം അച്ഛനെ കൊന്ന ദുഷ്ടനായിരുന്നല്ലോ ശതധന്വാവ്. അപ്പോൾ അങ്ങനെ ആ ശതധന്വാവിനെ വധിച്ചതിൽ സത്യഭാമയ്ക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ നോക്കൂ, ഒരു സെമന്തകരത്നം, വളരെ വിലപിടിച്ചുള്ള ഒരു രത്നത്താൽ എത്ര പേർക്കാണ് മരണം സംഭവിച്ചത്. അതായത് കനകം മൂലം കാമിനി മൂലം ദുഃഖം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് പ്രസേനൻ മരിച്ചു, സത്രാജിത്ത് മരിച്ചു, പ്രസേനൻ മരിച്ചു, സിംഹം കൊല്ലപ്പെട്ടു, ശതധന്വാവ് കൊല്ലപ്പെട്ടു. ഇത്രയും പേരുടെ മരണത്തിന് കാരണമായി സെമന്തകരത്നം. അപ്പോൾ ബലരാമൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ രത്നം കിട്ടിയില്ലല്ലോ എന്ന്. ഇപ്പോൾ ശതധന്വാവിനെ വധിച്ചു, എന്നാലും രത്നം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ വീണ്ടും ബലരാമന് പോലും ഒരു എന്താ പറയുക, കൃഷ്ണനായിരിക്കും ഇതിൻ്റെ പുറകിൽ, കൃഷ്ണൻ അത് അടിച്ചെടുത്തിട്ടുണ്ടാവുമോ എന്ന് വീണ്ടും ഒരു സംശയം തോന്നി. അങ്ങനെ അപ്പോൾ ബലരാമൻ സ്വന്തം ജ്യേഷ്ഠനാണ് കൃഷ്ണൻ്റെ, എന്നിട്ട് പോലും കൃഷ്ണനെ സംശയിച്ചു. അപ്പോൾ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ചില കാര്യങ്ങളിൽ എന്താ പറയുക, പരസ്പരം പകയും അല്ലെങ്കിൽ സംശയവും ഒക്കെ ഉണ്ടാവുമെന്നാണ് ഈ കഥകൾ നമുക്ക് ഈ തത്വം, അതാണ് ഇവിടുത്തെ മനസ്സിലാക്കേണ്ട തത്വം. അങ്ങനെ ഭഗവാനെ സംശയിച്ചു ബലരാമൻ. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദ്വാരകയിലേക്ക് ബലരാമൻ പോവാതെ മിഥിലയിലേക്ക് എത്തി. അപ്പോൾ മിഥിലയിൽ ആ സമയത്ത് ദുര്യോധനൻ മിഥിലയിൽ ഒരു അതിഥിയായിട്ട് കഴിയുമായിരുന്നു. ആ ദുര്യോധനായിട്ട് ബലരാമൻ എന്താ പറയുക, അവിടെ നിന്ന് ഈ ദുര്യോധനന് പക്ഷെ ഒരു കാര്യം ചെയ്തു കൊടുത്തു, ഗദാ യുദ്ധം അഭ്യസിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു ഭാഗം അവിടെ ഉണ്ട്. അതിനുശേഷം ശതധന്വാവ് ഈ അക്രൂരനെ ഏൽപ്പിച്ചിട്ടാണ്, സെമന്തകരത്നം ഏൽപ്പിച്ചിട്ടാണ് രഥത്തിൽ കയറി നേരത്തെ പോയ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ അക്രൂരൻ പക്ഷേ ഈ കാര്യം ആരോടും പറഞ്ഞില്ല. എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി, അതവിടെ സോൾവായി ആ പ്രശ്നം. അപ്പോൾ അക്രൂരന് ആ കാര്യം മറച്ചു വെച്ചു. അപ്പോൾ ഇവിടെ ഒരു തത്വം മനസ്സിലാക്കാനുണ്ട്. കാരണം സമ്പത്തിൻ്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലുതാണ്. അത് കൈക്കലാക്കാൻ വേണ്ടി ഏത് കുതന്ത്രവും മനുഷ്യൻ പ്രയോഗിക്കും. അതാണല്ലോ നമ്മൾ ഇന്നത്തെ ഒരു ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്രൂരൻ്റെ കയ്യിൽ, ഭക്തനായ അക്രൂരനെയും കീഴടക്കാൻ ഈ സമ്പത്ത്, ഈ സത്രാജിത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു രത്നത്തിന് കഴിഞ്ഞു. ഭക്തനായ അക്രൂരനെ പോലും, അക്രൂരൻ്റെ മനസ്സ് പോലും മാറ്റി. കാരണം അക്രൂരൻ ഭഗവാനിൽ നിന്ന് ഈ കാര്യങ്ങൾ മറച്ചു വെച്ചു. അപ്പോൾ അക്രൂരൻ്റെ കയ്യിൽ രത്നമുണ്ടെന്ന് ഭഗവാന് പക്ഷേ അറിയാമായിരുന്നു. കാരണം സർവജ്ഞനാണല്ലോ ഭഗവാൻ, എല്ലാം അറിയുന്ന ഭഗവാന് ഇതറിയാമായിരുന്നു. അപ്പോൾ ഭഗവാൻ സെമന്തകം ഏൽപ്പിക്കാൻ വേണ്ടി പിന്നെ ഭഗവാൻ പക്ഷെ ആവശ്യപ്പെട്ടില്ല, ആ സെമന്തകം രത്നം തരുമെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഭഗവാൻ വിചാരിച്ചു, തൻ്റെ പ്രിയപ്പെട്ട ഭക്തനല്ലേ അക്രൂരൻ, അവന് കുറച്ച് സമ്പത്തൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കണ്ണടക്കുക എന്നൊക്കെ പറയില്ലേ. ഭഗവാൻ അങ്ങനെയാണല്ലോ, ഭയങ്കര ഭഗവാന്റെ ചേഷ്ടകളൊക്കെ നമ്മളിങ്ങനെ കാണുമല്ലോ. സാരമില്ല എന്ന് വിചാരിച്ച് അത് പിന്നെ അക്രൂരൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ശതധന്വാവ് രത്നം അക്രൂരനെ ഏൽപ്പിച്ചതും എല്ലാം ഒരു ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ അക്രൂരൻ്റെ ഭക്തി, അതിൽ അക്രൂരന് കുറച്ച് ഗർവുണ്ടായിരുന്നു, ജ്ഞാനിയാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന്
നിൻ്റെ ഭക്തിയുടെ കൂടെ തന്നെ നിനക്ക് കുറച്ച് സമ്പത്തിനോടും ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു അറിവും കൂടെ കൊടുക്കാനാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ലീല ആടിയത് എന്ന് പറയാം. അപ്പോൾ ഭഗവാന്റെ ലീലകളുടെ ആ ഒരു എന്താണ് ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. അത്രയ്ക്കും വിശിഷ്ടമാണ് ഭഗവാന്റെ ഓരോ ലീലകളും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഭഗവാനെ നമുക്ക് മേൽപ്പത്തൂർ പ്രണമിക്കുന്നു. അതുപോലെ നമുക്കും ഭഗവാനോട് എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ എന്ന് നേർവഴിക്ക് നയിക്കാൻ എന്താ പറയുക സഹായിക്കണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം, അഭ്യർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പാരായണം ചെയ്യാം. 80-ാം ദശകം സെമന്തക രത്ന സത്രാജിത്തിന് ലഭിച്ചതും അതിനെ തുടർന്നുള്ള കഥയും. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അപ്പോൾ നമുക്ക് നാരായണീയത്തെ ആദ്യത്തെ ഒരു ശ്ലോകം വായിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിദം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. 80-ാം ദശകം സെമന്തകം. സത്രാജിതസ്ത്വമധ ലുബ്ധവദ് അർക്കലബ്ധം ദിവ്യം സെമന്തകമണിം ഭഗവന്നയാജീഹി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരഥാം ചലതോ വിവോഢും അദത്തം തം തുഭ്യം മണിവരം അനേനാൽപമേ മനസാ പ്രസേനസ്തദ്ഭ്രാതാകളഭുവി വഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാത് കബീന്ദ്രസ്ത്വം ഹത്വാ മണിമഭി ച ബാലായ ദദിവാൻ ശശംസുസത്രാജിദ്ഗിരമനുജനാസ്ത്വാം മണിഹരം ജായാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപരാ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭി ഗതോ അഭൂകവിഗുഹാം ഭവന്തം അവിതർക്കയൻ അതിവയാ സ്വയം ജാംഭവാൻ മുകുന്ദശരണം ഹിമാം ക ഇഹ രോധും ഇതി ആലപൻ വിഭോ രഘുപദേ ഹരേ ജയ ജയേതി അലം മുഷ്ടിഭീശ്ചിരം തവ സമർച്ചനം വ്യതിത ഭക്തചൂടാമണിഃ ബുദ്ധ്വാദ തേന ദത്താം നവരമണിം വരമണിം ച പരിഗൃഹ്ണൻ അനുഗൃഹ്ണൻ അമും അഘാഹ സപതി ച സത്രാജിതേ മണിം പ്രാദാഹ തദനു സഖലു വ്രീളലോല വിലോലം വിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനഭി പ്രമുദിതമനാസ്തസ്യ വാദാന്മണിം ഗഹനാശയഃ വ്രീളാകൂലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹകഥയാഥ കുരൂൻ പ്രയാദേ ഹീനഗാന്ധീനേയകൃതവർമ്മഗിരാനിപാത്യ സത്രാജിതം ശതധനുർമണിം ആജഹാരം ശോകാത് കുരൂനുവ ഗദാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതമനും സമഹർഷയസ്താം രത്നേ സശങ്കൈവ മൈഥിലഗഹമേത്യാം രാമോ ഗദാം സമശിക്ഷ്യത ധാർത്രരാഷ്ട്രം അക്രൂരേഷ ഭഗവൻ ഭവതിച്ഛൈവ സത്രാജിതക്കുചരിതസ്യ യുയോജഹിംസാം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതം ഉപദാതുമിതി ബ്രുവന്തി ഭക്തസ്ത്വയി സ്ഥിരതര സഹി ഗാന്ധിനേയ തസ്യൈവ കാപദമധികമ കഥമീശ ജാതാ വിജ്ഞാനവാൻ പ്രശമവാൻ അഹമിതി ഉദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ
യാതം ഭവേന കൃതവർമ്മയുധം പുനസ്തം ആഹൂയ തത് വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരൈ വിനിധായ ദുഷ്യൻ ഭാമാ അകുജാന്ത ശയനപവനേശപായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരപ്പൻ ഇത്രയും ഭാഗം സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്. നന്ദി. നമസ്കാരം.